പാലക്കാടൻ വഴികളിലൂടെയുള്ള കാഴ്ചകൾ എന്നും നല്ല ഓർമ്മകൾ സമ്മാനിക്കാറുണ്ട്. ജനിച്ച നാൾ തൊട്ട് യാത്ര ചെയ്യുന്ന വഴികളാണ് ഇവയെല്ലാം. എന്നാലും എന്നും പുതുമയോടുകൂടിയാണ് ഈ വഴിയിലെ കാഴ്ചകളെല്ലാം നോക്കിക്കാണുന്നത്. ശോകനാശിനി പുഴ എന്ന ഈ പുഴയുടെ പേര്. ഭാരതപ്പുഴയുടെ ഒരു പ്രധാന കൈവഴിയാണ് ഈ ശോകനാശിനി പുഴ. ഇതുപോലൊരു സ്ഥലം കണ്ട നമ്മൾ എങ്ങനെ കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നത്? കുറേ തവണ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോൾ ഇതുവഴി പോകുമ്പോഴും കുറച്ച് സമയം ഇവിടെ നിർത്തി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ മറക്കാറില്ല. ഇതുപോലുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ വന്നാൽ നമ്മൾ നമ്മളെ തന്നെ മറക്കും. മനസ്സിന് ഒരുപാട് സന്തോഷം തരാൻ ഇതുപോലുള്ള കാഴ്ചകൾ മാത്രം മതി. ഗ്രാമമെന്നോർക്കുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിനകത്ത് ഒരു ചിത്രമുണ്ടാവും. ആ ചിത്രത്തിന് ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ചകളായിരുന്നു ഞാനിവിടെ കണ്ടത്. ആളും ബഹളമൊന്നുമില്ലാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു ക്ഷേത്രം. പാലക്കാട് ടൗണിൽ നിന്നും വെറും 5 കിലോമീറ്ററിനുള്ളിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ആലിൽ നിന്നടിക്കുന്ന നല്ല തണുത്ത കാറ്റും ഇവിടുത്തെ കാഴ്ചകളും മനസ്സിന് നല്ല സന്തോഷം പകർന്നു തരുന്നുണ്ട്. പഴമയുടെ ആ നാടൻ ഭംഗി ഇവിടെ ശരിക്കും കാണാൻ കഴിയുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള ഐതിഹ്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്നാലും ഒരു സാധാരണ കാഴ്ചക്കാരനെ പോലെ ഈ സ്ഥലം വിശദമായൊന്ന് നടന്നു കാണാം. പഴമയുടെ പ്രതീകമായ ഒരു അമ്പലം. ഇവിടുത്തെ ഐതിഹ്യവും അറിയില്ല, ചരിത്രവും അറിയില്ല. എന്നിരുന്നാലും ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അമ്പലമാണിത്. ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ പുനരുദ്ധാരണം ചെയ്ത് പഴയ ക്ഷേത്രങ്ങൾ പഴമയുടെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോവാൻ എന്തായാലും പുനരുദ്ധാരണം വേണം. പക്ഷേ അതൊരിക്കലും ആ സ്ഥലത്തിൻ്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ടാവരുത്. പാലക്കാട് ജില്ലയിൽ കൊടുമ്പു പഞ്ചായത്തിൽ തിരുവാലത്തൂർ ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കണ്ണാടിപ്പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തിയായ ജഗദാംബിക അത്യുഗ്ര ദേവതയായ മഹിഷാസുരമർദിനിയായും ശാന്തസ്വരൂപിണിയായ അന്നപൂർണേശ്വരിയായും രണ്ടു ഭാവങ്ങളിൽ കുടികൊള്ളുന്ന ക്ഷേത്രമായതുകൊണ്ടാണ് ഇതിന് രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം എന്ന് പേരുവന്നത്. 108 ദുർഗാലയങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഈ ക്ഷേത്രം കേരളീയ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ്. തുല്യ വലുപ്പത്തിലുള്ള 2 ശ്രീകോവിലുകളും 2 കൊടിമരങ്ങളും 2 നാലമ്പലങ്ങളുമുള്ള ഒരു അപൂർവ സന്നിധിയാണ് ഈ ക്ഷേത്രം. വൃശ്ചിക മാസത്തിൽ രോഹിണി നാളിൽ ആറാട്ടായി നടക്കുന്ന 10 ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന തൃക്കാർത്തികയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കൂടാതെ നവരാത്രിയും വിശേഷമാണ്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ഐതിഹ്യമനുസരിച്ച് കേരളത്തിലെ ആദ്യത്തെ പ്രതിഷ്ഠ വടക്കുഭാഗത്തെ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന മഹിഷാസുരമർദിനിയാണ്. അത്യുഗ്ര ദേവതയായ മഹിഷാസുരമർദിനിയുടെ വിഗ്രഹത്തിന് ഏകദേശം 6 അടി ഉയരമുണ്ട്. പടിഞ്ഞാറോട്ടാണ് ദർശനം. ക്ഷേത്രത്തിലെ അന്നപൂർണേശ്വരി പ്രതിഷ്ഠയും സവിശേഷമായ ഒരു ഐതിഹ്യത്തിനുടമയാണ്. മഹിഷാസുരമർദിനിയുടെ പ്രതിഷ്ഠയ്ക്കു ശേഷമാണ് ഇത്തരമൊരു പ്രതിഷ്ഠയുണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാലക്കാട് ടൗണിൽ നിന്ന് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലം. ഒരു പഴയകാലത്തെ പാലം, തിരക്ക് കുറഞ്ഞ ചെറിയൊരു റോഡ്, നെൽപ്പാടങ്ങളിൽ നിന്ന് വരുന്ന നല്ല പാലക്കാടൻ കാറ്റ്, നിറഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴ. ഇനി എന്തു വേണം? വേറൊന്നും ആലോചിച്ചില്ല. പാലക്കാടുകാരുടെ സ്വന്തം ബ്രിട്ടീഷ് പാലം. ടൗണിന് തൊട്ടടുത്ത് ഇതുപോലൊരു സ്ഥലം അത് പാലക്കാട് മാത്രമേ കാണൂ. ഈ പാലത്തിന് 2 സൈഡുണ്ട്. അതായത് ഒരു സൈഡ് വണ്ടികൾക്ക് കടന്നു പോകാനും മറ്റേ സൈഡ് നടക്കാനും വേണ്ടിയിട്ടാണ്. അതിനിടയിൽ കൂടെ ഒരു കനാലും പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും താഴെ നമ്മുടെ ഭാരതപ്പുഴയും ഒഴുകുന്നുണ്ട്. അക്വാഡക്റ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒരു ബ്രിഡ്ജാണ് നമ്മുടെ ഈ ബ്രിട്ടീഷ് പാലം.